ആദ്യത്തെ സൂഫി ആരാ? മാലിം. സൂഫി എന്ന ആദ്യത്തെ മാലിമാരാ മുഹമ്മദ് മുസ്തഫ. അവർക്ക് ഹസാൻ ഇല്ലെങ്കിൽ ഇവർക്ക് ഫിഖഹേ ഇല്ല. ഞാൻ പറഞ്ഞ വേറെ ചില സൂഫികൾ, ചില സൂഫികളുണ്ട്. ആ സൂഫികൾ കർമ്മം അനുഷ്ഠാനം ഒന്നും വേണ്ട. ചില പാട്ടുകാർ ഈ ആധ്യാത്മികമായ ചില പാട്ടും ചെണ്ടവിട്ടും മതിയാകും, അതാണ് ഇസ്ലാം എന്ന് അവർ നിസ്കരിക്കൂല. അവർ കുറച്ച് ദിക്റും, കുറച്ച് ദിക്റും അതേപോലെ തന്നെ കുറച്ച് പാട്ടും മതി, അതാണ് ഇസ്ലാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ സൂഫിയായിട്ട്. ആസ്ക് ദി സ്കോളർ വിത്ത് ഷെയ്ഖ് റഹ്മത്തുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കൊടുവള്ളിയിൽ നിന്നും മുഹമ്മദ് ഖൈസിൻ്റെ ചോദ്യം: പൊതുവെ പാരമ്പര്യ മുസ്ലിങ്ങളെ സൂചിപ്പിക്കുവാൻ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന പദമാണല്ലോ സൂഫികൾ. എന്താണ് സൂഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂഫികൾ എങ്ങനെയാണ് ഇതര മുസ്ലിം വിഭാഗങ്ങളെക്കാൾ വ്യത്യസ്തമായിരിക്കുന്നത്? ഈ സംശയത്തിനുള്ള ഉത്തരം ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ടെന്നാൽ ഇത് സംബന്ധമായി ധാരാളം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നതായി മനസ്സിലാവുന്നത് കൊണ്ടാണ് ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒന്നാമതായി പറയട്ടെ, പല മുസ്ലിങ്ങളും മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിലെ കേവലം പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു ചിന്താധാരയാണ് സൂഫിസം എന്ന വാദം പ്രത്യേകിച്ച് നവീനവാദികളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതും പലപ്പോഴും നമ്മുടെ പൊതുജനം മനസ്സിലാക്കിയതുമായ ആ വാക്ക് 100% അബദ്ധമാണ്, തെറ്റാണ്. സൂഫിസം എന്നാൽ അത് ഒറിജിനൽ ഇസ്ലാം തന്നെയാണ്. പുണ്യ റസൂൽ പഠിപ്പിച്ചതാണ് സൂഫിസം. എന്താണ് ഒറിജിനൽ സൂഫിസം? യഥാർത്ഥ സൂഫിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ 3 കാര്യങ്ങളിൽ അടങ്ങിയ സമ്പൂർണതയിലേക്ക് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു മതത്തെ അംഗീകരിക്കുന്ന ആൾ ഇറങ്ങി നിൽക്കുന്നതിനാണ് സൂഫിസം എന്ന് പറയും. ഒരു മതത്തിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ വിശ്വാസപരമായ കാര്യം, 2 അതിൻ്റെ അനുഷ്ഠാനപരമായ കാര്യം, 3 അതിൻ്റെ ആത്മീയ വശം, അതിൻ്റെ ആധ്യാത്മികത. ഇതിന് ഇസ്ലാമിലെത്തുമ്പോൾ അതിന് അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ എന്ന് പറയും. ഇത് 3. ഈ 3നെ നിരാകരിക്കുന്ന ഏത് 3നെയോ അല്ലെങ്കിൽ 3നെ ഒന്നിനെയോ നിരാകരിക്കുമ്പോൾ അയാളുടെ മതമല്ലാതാവുകയോ അല്ലെങ്കിൽ മതം അപൂർണമാവുകയോ ചെയ്യും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പൂർണ്ണമായും ഈ നിലക്കുള്ള ഒരു സൂഫിസം. അവിടെ എപ്പോൾ ഈ പറയുമ്പോൾ ആ യഥാർത്ഥ സൂഫിസം എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ വിശ്വാസത്തിൽ, അതേ ആചാര അനുഷ്ഠാനത്തിൽ നിന്ന് സ്വന്തം തെറ്റിനെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുന്നിൽ, ഇലാഹിൻ്റെ മുന്നിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് താൻ സ്വയം സംസ്കൃതവൽക്കരിക്കപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക. ഇതിനാണ് യഥാർത്ഥ സൂഫി എന്ന് പറയുക. ആ അപ്രകാരം ഒരു ജീവിതം തന്നെയാണ് പുണ്യ റസൂൽ നയിച്ചതും. അങ്ങനെയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളെ പഠിപ്പിച്ചത്. ഇസ്ലാമിൽ ഈ പദം അടിസ്ഥാനപരമായി പാരമ്പര്യ ഇസ്ലാമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദമാണ്. അതിനൊരു അടിസ്ഥാന കാരണം എന്തെന്നാൽ പലതരം സ്വഹാബികളുടെ പ്രവാചക ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പല വിധത്തിലുള്ള ചിന്താ വ്യത്യാസങ്ങളും വന്നിട്ട് അവരെല്ലാം ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ സൂഫി എന്ന പദം അന്ന് ഇബ്നു ഖൽദൂനൊക്കെ പറയുന്നത് പോലെ വിരളമായി ആ പദം അന്നേ ഉപയോഗത്തിലുണ്ട്. പക്ഷെ അന്ന് പ്രധാനമായി വന്ന ഉപയോഗം അഹ്ലുസ് സുന്ന എന്നാണ്. ഈ ഒരു പ്രയോഗം നബിയുടെ കാലത്തില്ല. എന്തുകൊണ്ടൊക്കെ ഇസ്ലാമാണ്. ഞങ്ങളാണ് ഇസ്ലാം എന്ന് വാദിക്കുന്ന നവീന വിശ്വാസങ്ങൾ, നവീന അനുഷ്ഠാന രീതികൾ അപ്പോൾ ഒക്കെ കടന്നു വന്നപ്പോൾ, ഇഹ്സാൻ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വന്നപ്പോൾ ഈ 3ഉം യോജിപ്പിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവരൊക്കെ പൂർണ്ണമായും സൂഫികൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ ആദ്യത്തെ സൂഫി നബിയാണ്. അതായത് വളരെ ലളിതമായി ജീവിച്ച് ഭൗതികതയുടെ പളപളപ്പിൽ ഒരിക്കലും ആകൃഷ്ടനാവാതെ ദൈവാന്വേഷിയായി തനിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്രഷ്ടാവിനെ അന്വേഷിച്ച് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച് ഏറ്റവും വലിയ സൂഫിയുടെ ഏറ്റവും വലിയ ഗുണം സൽസ്വഭാവമാണ്. ഏറ്റവും വലിയ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അങ്ങനെ ജീവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. അതായത് പരിപൂർണമായി ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെയുള്ള ജീവിതം ഇല്ല, പരിത്യാഗിയാണ്. അതേസമയത്ത് ഭൗതികത ഉണ്ട് താനും. ഈ ലോകത്തെ ജീവിതത്തെ ഒരിക്കലും
പുണ്യ റസൂൽ നിരാകരിച്ചിട്ട് ഭക്ഷണം നിരാകരിച്ചിട്ടില്ല, വസ്ത്രം നിരാകരിച്ചിട്ടില്ല, ഭാര്യ നിരാകരിച്ചിട്ടില്ല, സമ്പത്തിന്റെ അനിവാര്യതയുടെ സമ്പത്തിന്റെ ആവശ്യകതയെ നിരാകരിച്ചിട്ടില്ല. ഒറിജിനൽ സൂഫി അതൊന്നും ചെയ്യൂല. അതാണ് അപ്പൊ ഇസ്ലാമിലെ അതാണ് സൂഫി. ഇതാണ് യഥാർത്ഥ സൂഫി. ഇസ്ലാമിലെ ആദ്യത്തെ സൂഫി മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ ആ നബിയെ അങ്ങോട്ട് പകർത്തി. ആര് പകർത്തി? സ്വഹാബികൾ പകർത്തി. അപ്പോൾ സ്വഹാബികൾ 1.25 ലക്ഷം എന്ന വായന അനുസരിച്ച് ആ 1.25 ലക്ഷവും ആരാണ്? സൂഫികളാണ്. അതായത് സൂഫിക്കുണ്ടാകേണ്ടത് എന്താണ്? യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം, യഥാർത്ഥ ഇസ്ലാമിക അനുഷ്ഠാനം, പിന്നെ സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ത്വരയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും സൽസ്വഭാവവും. ഇത് അവരിൽ 1.25 ലക്ഷത്തിനുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ആരാണ്? ഒറിജിനൽ സൂഫികളാണ്. ഹൈന്ദവ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടമെടുക്കപ്പെട്ട് കടന്നു വന്നതാണ് സൂഫിസം എന്ന ഒരു വായിക്കാനുള്ള അടിസ്ഥാന കാരണം അത് യൂറോപ്പ് ഇസ്ലാമിൻ്റെ മേൽ കെട്ടിവെച്ച ഒരു കളവാണ്. ആ കളവിനാണ് നവീനവാദികൾ പിൽക്കാലഘട്ടത്തിൽ ഉദ്ധരിച്ചത്. എന്തുകൊണ്ടെന്നാൽ അതൊരിക്കലും ശരിയല്ല. കാരണം എന്തുകൊണ്ട്? സ്വഹാബികൾ എല്ലാം സൂഫികളാണ്. സൂഫിസം പഠിപ്പിച്ച ആദ്യത്തെ ആൾ, ഇസ്ലാമിൽ സൂഫിസം പഠിപ്പിച്ച ആദ്യത്തെ ആൾ ആര് തന്നെയാണ്? നബി തന്നെയാണ്. എന്താ സൂഫിക്കുണ്ടാകേണ്ടത്? യഥാർത്ഥ വിശ്വാസം. എന്താ സൂഫിക്കുണ്ടാകേണ്ടത്? യഥാർത്ഥ കർമാനുഷ്ഠാന സരണി. പിന്നെന്താ സൂഫിക്കുണ്ടാവേണ്ടത്? സ്വയം ശുദ്ധീകരിക്കാനുള്ള ത്വര. അതിന് സദാസമയവും അതിലേർപ്പെട്ട് സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള തൃഷ്ണയും പ്രവർത്തനവും അധ്വാനവും മുജാഹദയും കഠിനാധ്വാനവും അത് ചെയ്ത ആളാണ് ആര്? പുണ്യ റസൂല്, സ്വഹാബികളെല്ലാം. അപ്പൊ അവരെല്ലാം ആര് തന്നെയാണ്? സൂഫികളാണ്. ഒരിക്കലും ഭക്തി പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്നതല്ല. എങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിൽ കടന്നു വന്നതാണ് എന്ന് പറയും? എന്തുകൊണ്ടെന്നാൽ ഹൈന്ദവതയിൽ ഭക്തി പ്രസ്ഥാനം വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ AD 10-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. അതായത് ഹൈന്ദവത പിന്നെ കാലഘട്ടത്തിൽ ആദ്യമായി ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരു മതം തന്നെയാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുമ്പോൾ ഹൈന്ദവത. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ചില ആചാര അനുഷ്ഠാനങ്ങളിലും മറ്റുമൊക്കെയായി ചില വിശ്വാസങ്ങളിലൊക്കെ ആയിട്ട് അത് ഒടക്കിപ്പോയി. അതിൽ ആധ്യാത്മികത തീരെ ഇല്ലാതായി. അപ്പോൾ വീണ്ടും അധ്യാത്മകത അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതിൻ്റെ സ്പിരിച്വാലിറ്റിയെ കൊണ്ടുവന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് AD 10-ാം നൂറ്റാണ്ടിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഭക്തി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് 10-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയാണ് ഹൈന്ദവതയുടെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം. പുണ്യ റസൂലും സഹാബികളും, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. AD 6-ാം നൂറ്റാണ്ടിൽ വെച്ച് 7-ാം നൂറ്റാണ്ടിൽ സമ്പൂർണ്ണ സൂഫിസം നടപ്പിലാക്കിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പിന്നെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളക്കരയിൽ ഹൈന്ദവ ഭക്തി പ്രസ്ഥാനത്തിന്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ AD 16-17 നൂറ്റാണ്ടുകളിലാണ്. നമ്മൾ ഹൈന്ദവ ഭക്തി പ്രസ്ഥാനം കേരളത്തിൽ വരുന്നതിനെ, അതിൻ്റെ പീക്ക് ടൈമിനെ നമ്മൾ പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ആളുകളെയാണ് നമുക്കതിൽ കാണാനുള്ളത്. ഒന്ന് ചെറുശ്ശേരി, കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി. അത് ഭക്തി അതായത് സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു പോയ മതത്തിലേക്ക് സ്പിരിച്വാലിറ്റിയെ കൊണ്ടുവരാൻ മലയാളക്കരയിൽ അധ്വാനിച്ച ഹൈന്ദവ സ്കോളേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ചെറുശ്ശേരി. കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി. ചെറുശ്ശേരിയുടെ കാലഘട്ടം 1446 ജനിച്ച് 1475 കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി മരണപ്പെട്ടു പോയി. അദ്ദേഹം മലയാളക്കരയിൽ ഹൈന്ദവതയിൽ സ്പിരിച്വാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനായ ഹൈന്ദവ പണ്ഡിതൻ. രണ്ടാമതായി അതേ നൂറ്റാണ്ടിൽ തന്നെ എഴുത്തച്ഛൻ വരുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ കാലഘട്ടം AD 1495 ജനിച്ച് AD 1575 മരണപ്പെട്ടു. 1495 മുതൽ 1575 വരെയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തന്നെ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് സത്യത്തിൽ ആ ആധ്യാത്മീയത, സ്പിരിച്വാലിറ്റി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം രചിച്ചതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അതായത് 15-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 16-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു 1575. അദ്ദേഹവും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ എണ്ണപ്പെടുന്ന ഒരു നേതാവാണ്.
മൂന്നാമതായി പറയാനുള്ളത് പൂന്താനം നമ്പൂതിരി തന്നെ. പൂന്താനം നമ്പൂതിരിയുടേതാണ് ജ്ഞാനപ്പാന. കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന എന്ന് തുടങ്ങുന്ന വരികളുണ്ടല്ലോ, അത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയുടെ തുടക്കമാണ്. ജ്ഞാനപ്പാനയിലെ എന്താ പറയുക, 4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളിലിരിക്കുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ മനുഷ്യൻ്റെ അതായത് ഭൗതികതയുടെ നൈമിഷികതയെ പഠിപ്പിക്കുകയാണ്. പിന്നെ മരണത്തെ കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, മരണത്തെ ഓർമ്മിപ്പിക്കുക. അതായത് സ്പിരിച്വാലിറ്റി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ മതത്തിലേക്ക് സ്പിരിച്വാലിറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്ന മലയാള ത്രയങ്ങളായ 3 പ്രധാനപ്പെട്ടവരിൽ മൂന്നാമത്തെ ആളാണ് ആര്? സാക്ഷാൽ പൂന്താനം. അപ്പം ഈ ആളുകളാണ് മലയാളക്കരയിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ. ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഭക്തി പ്രസ്ഥാനം AD 10-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ച് തുടങ്ങുന്നത് തന്നെ. അതേ സമയത്ത് ഇസ്ലാമിലെ സൂഫിസം ഭക്തി പ്രസ്ഥാനത്തിന് 10-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു വേര് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതേ സമയത്ത് ഇസ്ലാമിലെ സൂഫിസോ, ആദ്യത്തെ സൂഫി പുണ്യ റസൂലാണ്. സ്വഹാബികൾ മുഴുവനും സൂഫികളാണ് എല്ലാവരും. പിന്നെ പ്രഗത്ഭനായ സൂഫിയെ നിരാകരിക്കാൻ കഴിയാത്തൊരു സൂഫിയുടെ പേര് ഞാൻ പറയാം, ഉവൈസുൽ ഖറനി. ഉവൈസുൽ ഖറനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ഉവൈസ് ജനിക്കുന്നത് ബിഫോർ ഹിജ്റ 30-ലാണ്. അതായത് ബിഫോർ ഹിജ്റ 30-ൽ ജനിച്ചു, ഹിജ്റ 37-ൽ മരിച്ചു. ലോകപ്രശസ്തനായ സൂഫി സയ്യിദു താബിഈൻ എന്നാണ്. ഫിസ്സുഹ്ദി, പരിത്യാഗത്തിൽ, ആധ്യാത്മികതയെ വളർത്തിയതിൽ, പരിത്യാഗത്തിൽ താബിഈങ്ങളുടെ നേതാവായിട്ടാണ് ഇമാം നവവി ആരെ എണ്ണുന്നത്? ഉവൈസിനെ എണ്ണുന്നത്. പരിത്യാഗം തന്നെയാണല്ലോ എന്ത്? സൂഫിസം. മനസ്സിലായില്ലേ? സുഹ്ദിൽ ഭൗതിക പരിത്യാഗികളിൽ പിൽക്കാലഘട്ടക്കാർ താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് പകർത്തിയവർ? സ്വഹാബികൾ നബിയിൽ നിന്ന് പകർത്തി, അവരൊക്കെ സൂഫികളാണ്. പിന്നെ താബിഈങ്ങൾ സ്വഹാബികൾ പകർത്തി. സ്വഹാബികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിത്യാഗിയായി അറിയപ്പെട്ട ആളാണ് ആര്? ഹിജ്റ 37-ൽ മരിക്കുന്ന, അതായത് ബിഫോർ ഹിജ്റ 40-ലാണ് നബി ജനിക്കുന്നത്, 30-ലാണ് ജനിക്കുന്നത് ഉവൈസ്. അപ്പൊ നബിയുടെ കാലത്ത് തന്നെ സൂഫിസം ഉണ്ട്. സയ്യിദുൽ മുത്തസവ്വിഫീൻ, സൂഫികളെ നേതാവായി അറിയപ്പെടുന്ന ആളാണ് ആര്? ഉവൈസ്. പിന്നെ എങ്ങനെ ഭക്തി പ്രസ്ഥാനത്തെ പകർത്തിയതാണ് എന്ന് പറയുക? അതേപോലെ തന്നെ സയ്യിദു താബിഈന ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെട്ട ആളാണ്, സൂഫിയുമാണ്, വലിയ ജ്ഞാനിയുമാണ് ഹസനുൽ ബസരി. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഹിജ്റ 21-ൽ ജനിച്ചിട്ട് ഹിജ്റ 106-ൽ മരിച്ചു. 1-ാം നൂറ്റാണ്ടുകാരൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 23-ൽ മരിച്ചു. ഹസൻ ബസരി 21-ൽ ജനിച്ചു. ആരുടെ ജീവിതകാലത്ത്? ഉമർ ഇബ്നു ഖത്താബിന്റെ ജീവിതകാലത്താണ് ആര്? സയ്യിദുൽ മുത്തസവ്വിഫീൻ. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ സൂഫികൾ, ത്വരീഖത്തുകാരൊക്കെ ഒരുമിച്ച് കൂടുന്നതിന് നമ്മൾ പഴയ കാലം മുതലേ ഉള്ളൊരു ടൈം ഉണ്ട്, എന്ത്? സാവിയ. ലോക ചരിത്രത്തിൽ ഇസ്ലാമിലെ ആദ്യത്തെ സാവിയ എന്ന പേരിൽ, സത്യത്തിൽ മദീന പള്ളി തന്നെ സാവിയ, അതായത് ആധ്യാത്മികത വളർത്താൻ ദിക്റിലും സ്വയം ശുദ്ധീകരണത്തിലുമായി ജീവിക്കുന്ന അഹ്ലു സുഫ മദീന പള്ളിയിലുണ്ട്. അപ്പൊ മദീന പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദുമാണ്, സാവിയുമാണ്. പിൽക്കാലഘട്ടത്തിൽ വേറിട്ട ആദ്യത്തെ സാവിയെ സ്ഥാപിക്കുന്നത് ഹസനുൽ ബസരിയ. അവർ ഹിജ്റ 37-ൽ തൻ്റെ 16-ാമത്തെ വയസ്സിൽ അവര് ഹിജ്റ 37-ൽ തൻ്റെ 16-ാമത്തെ വയസ്സിൽ ബസറയിലേക്ക് പോയി. പിന്നെ ബസറയിൽ ജീവിച്ചു. പിന്നെ ബസറയിൽ തന്നെ മരണപ്പെട്ടു. അവർ ബസറക്കാരാണ്, ബസറയിലാണ് മരിച്ചു കിടക്കുന്നത്. അവർ വലിയ സൂഫിയാണ്. ആദ്യത്തെ അവരുടെ യൂപ്രട്ടീസ് നദിയിലെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു, അബ്ദാൻ ദ്വീപ്, ജസീറത്തുൽ അബ്ദാൻ. ഇന്നും ആ ദ്വീപിനെ നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും. അതാണ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിലെ അറിയപ്പെട്ട ആദ്യത്തെ സാവിയ. സയ്യിദു താബിഈനായ, താബിഈങ്ങളിലെ ഇൽമിലെ നേതാവായ പ്രഗൽഭ സൂഫിയായ ഹസനുൽ ബസരിയാണ് ആദ്യത്തെ സാവിയ സ്ഥാപിക്കുന്നത്. ഒക്കെ സൂഫികളാ താബിഈങ്ങളിൽ. ഞാൻ പറയട്ടെ, റാബിയത്തുൽ അദവിയ എന്നാ ജനിക്കുന്നത് ഹിജ്റ 100-ൽ. എങ്ങനെന്നാ മരിക്കുന്നത്? ഹിജ്റ 180-ൽ. സൂഫിയത്താണ്, ലോക പ്രശസ്ത സൂഫിയത്താണല്ലോ ആര്?
റാബിയത്തുൽ അദവിയ്യ. അതേപോലെ തന്നെ ഹിജ്റ, അതേപോലെ തന്നെ അറിയപ്പെട്ട സൂഫിയാണ് ഇബ്രാഹിം അദ്ദേഹം. എന്നാൽ ഇബ്രാഹിം ഹിജ്റ 100 ജനിച്ചു. ചിലരൊക്കെ പറയാതെ എന്ത് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾക്ക് ഇടയിലുള്ളതിനെ പകർത്താൻ. അങ്ങനെയാണെങ്കിൽ സൂഫി സത്യപരൊക്കെ അംഗീകരിക്കണമല്ലോ. പ്രഗത്ഭ സൂഫിയായി അറിയപ്പെടുന്ന ആളാണ് ആര്? ഇബ്രാഹിം അദ്ദേഹം. ജനിക്കുന്നത് ഹിജ്റ 100, മരിക്കുന്നത് 165. പ്രഗത്ഭ സൂഫിയാണ്. അതായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലിയ രാജാവായിട്ട് രാജസ്ഥാനത്തെ നിരാകരിച്ചു, എല്ലാം നിരാകരിച്ചു. ബൽഖയിലെ രാജാവായിരുന്നു, ഒക്കെ നിരാകരിച്ചു. പരിത്യാഗി, സമ്പൂർണ്ണ പരിത്യാഗിയായി അറിയപ്പെടുന്ന ഒരാളാണ് ആര്? ഇബ്രാഹിം. താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഹിജ്റ 100 ജനിക്കണത്. ഇമാം ഷാഫിഈയുടെയും മുമ്പ്. ഇമാം ഷാഫി ജനിക്കുന്നത് 150. ഇബ്രാഹിമിന് അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 100. അതേപോലെ തന്നെ പ്രഗത്ഭനായ നഫീസത്തുൽ മിസ്രിയ ജനിക്കുന്നത് 145, മരിക്കുന്നത് 208. ഈ സൂഫിയത്തിന് അപ്രകാരം തന്നെ തൻ്റെ ആധ്യാത്മികതയെ വളർത്താൻ വേണ്ടി ഈ സൂഫിയത്തിനെ അപ്രകാരം ഭൗതിക പരിത്യാഗത്തിൽ പകർത്തിയ ആളാണ് ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ. പറഞ്ഞാലും ഇല്ലെങ്കിലും ഇസ്ലാം എന്ന സൂഫിസം ഇല്ലാതെ ഞാൻ പറഞ്ഞ 3 കാര്യമാണ് മതം. 1 മതത്തിൻ്റെ വിശ്വാസം, 2 മതത്തിൻ്റെ അനുഷ്ഠാന ആചാരങ്ങൾ, പിന്നെ 3 അതിൻ്റെ ആധ്യാത്മികത. ഏത് മതം അങ്ങനെയാണ്. അതില്ലെങ്കിൽ മതം മതമായി വർക്ക് ചെയ്യൂല. ഇതിൽ ഏതൊന്നിനെ നിരാകരിക്കുമ്പോൾ അത് അപൂർണമായ മതമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അൽ ഇൻസാനുൽ കാമിൽ. ഇത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മേളിച്ചതുകൊണ്ടാണ് അൽ ഇൻസാനുൽ കാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ വിശ്വാസം നബിയുടേതാണ്, യഥാർത്ഥ കർമ്മം നബിയുടേതാണ്, യഥാർത്ഥ ആധ്യാത്മികത ഭൗതിക പരിത്യാഗത്തിൽ നിന്ന് നിലകൊണ്ടുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി ഒരുമിച്ച് കൂട്ടിയ പൂർണ്ണനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സത്യാന്വേഷണത്തിന് വേണ്ടി ജീവിത പരിത്യാഗം നടത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നുൽ അറബിയെ പോലുള്ള മഹാന്മാരൊക്കെ പുണ്യ റസൂലിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ ഗ്രന്ഥത്തിന് ഒരു പേര് തന്നെ കൊടുത്തത് അൽ ഇൻസാനുൽ കാമിൽ എന്നാണ്. പേര് സൂഫി എന്ന് വന്നാലും ഒന്നില്ലെങ്കിലും ഇനിയിപ്പോൾ ഒരാൾ സൂഫി എന്ന് പറഞ്ഞതുകൊണ്ട് സൂഫി ആവില്ല. ഇതയാൾ 3 കൃത്യമായി മേളിക്കണം. ആദ്യകാലത്ത് ആ പേര് ഇല്ലാതിരിക്കാം, എന്നാൽ അടിസ്ഥാനപരമായി ഉണ്ട്. ഉദാഹരണം പറയാം, ഈ പേരെങ്ങനെ വന്നു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. 1, മദീന പള്ളിയുടെ സുഫ, അതിൻ്റെ വരാന്ത, ആ ചെരിവ്, അവിടെ ജീവിച്ചിരുന്ന പരിത്യാഗികൾ, ആ പരിത്യാഗികൾ നബിയുടെ ശിഷ്യന്മാര് എല്ലാം നിരാകരിച്ച് അത്യാവശ്യം മാത്രം ഉപയോഗിച്ച് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് പള്ളിയിൽ. ശിഷ്യന്മാരുമാണ് അങ്ങനത്തെ ആളുകൾ. അവരെയാണ് അഹ്ലു സുഫ. അതായിരിക്കാം സൂഫിസത്തിന്റെ അടിസ്ഥാനം എന്നൊരു വായനയുണ്ട്. ഇനി 2ാമത്തെ ഒരു വായനയുണ്ട്. അവർ നബിയോട് കൂടെ നിന്നപ്പോൾ ഇസ്തിഫാ, അതായത് സൊഫായിന് വേണ്ടി, സൊഫാ ഉൽ ഖൽബിന് വേണ്ടി, ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി അവരുടെ സമയം ചെലവഴിച്ചു. അപ്പോൾ അതിൽ നിന്നായിരിക്കാം ഈ സൂഫികൾ, നബിയുടെ കൃത്യമായ ശിഷ്യന്മാർ. അങ്ങനെ അതിൽ വന്നെന്നായിരിക്കാം സൂഫി എന്ന പദം, തസൗഫി എന്ന രീതി എന്നതൊക്കെ വീക്ഷണങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി അവരെല്ലാവരും ആരാണ്? സൂഫികളാ. താബിഈങ്ങളിൽ ഈ പറയപ്പെട്ട ആളുകളെല്ലാം, അവരിൽ മുതദ്ദയ്യിനീങ്ങളായ ആളുകളെല്ലാം അവരൊക്കെ അടിസ്ഥാനപരമായ സൂഫികളാണ്. അവരെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ചു. പക്ഷെ പിന്നീട് ഇസ്ലാമിന്റെ പേരിൽ പുതിയ പുതിയ വാദഗതികൾ ഉയർന്നു വന്നപ്പോൾ അവർ അഹ്ലു സുന്ന എന്ന് വിളിച്ചു. അത് ഏകദേശം ആ വിളി ട്രഡീഷണൽ മുസ്ലിങ്ങൾ, സുന്നികൾ എന്നുള്ള വിളി ഏകദേശം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ സുന്നികളാണ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ 20ാം നൂറ്റാണ്ടിലെ ചില രാഷ്ട്രീയ സാമ്പത്തിക മെജോറിറ്റികൾ ഇസ്ലാം മുസ്ലിങ്ങളെ മേൽ മൂടുകയും ചില രാജാധികാരങ്ങൾ, ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, ചില സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ട് വളരെ കുറഞ്ഞ വിഭാഗമാണെങ്കിലും അവർ മുന്നോട്ട് വന്ന് ഞങ്ങളാണ് സുന്നികൾ എന്ന് വാദിച്ചു. ലോകത്തെ ആ കാലത്ത് 2 ടേമേ ഉള്ളൂ, ഒന്ന് ഷിയാക്കൾ, ഒന്ന് സുന്നികൾ. ഈ സുന്നികൾ എന്ന് അതിനവരുടെ രാജാധികാരവും പണവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി ഞങ്ങളാണ് സുന്നികൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോൾ 20ാം നൂറ്റാണ്ടിൻ തുടക്കത്തോടുകൂടെ ട്രഡീഷണൽ സുന്നികൾ പുതിയ ഒരു പേരിലേക്ക് മാറി. അതാണ് സൂഫികൾ, സുന്നി സൂഫികൾ.
സുന്നി സൂഫി. എന്തുകൊണ്ട്? എന്താ സുന്നിയിലേക്ക് സൂഫി എന്ന് ചേർത്തത്? 20-ാം നൂറ്റാണ്ടിന് ശേഷം തുടക്കത്തോടുകൂടെ വന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ സുന്നി എന്ന പേരിൽ ഷിയാക്കളല്ലാത്തവരെ മുഴുവനും സുന്നിയത്തിലേക്ക് അതിലേക്ക് ഒതുക്കി ഞങ്ങളും സുന്നിയാണെന്ന് സഹസ്രാബ്ദങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഏറെ അംഗീകരിക്കപ്പെട്ട ഒരു പദമാണ്, നാമമാണ് എന്ത്? സുന്നി. അപ്പൊ ആ പദത്തിന്റെ ഉള്ളിലേക്ക് കയറി നിന്ന് നവീന താല്പര്യങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ, ചില രാഷ്ട്രീയ അധികാരികൾ, ചില ഭരണകൂടങ്ങൾ, സാമ്പത്തിക മെജോറിറ്റി ഉള്ളവർ, അതിനുവേണ്ടി ലോകരാജ്യങ്ങളൊക്കെ ഒരു പണം ചെലവഴിച്ച് അവർ ചില താല്പര്യങ്ങളെ, ചില നവീന ചിന്താഗതികളെ പ്രചരിപ്പിച്ചപ്പോൾ അവരും ഏത് പേരിലേക്ക് കയറി നിന്നു? സുന്നി. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടെ ഒറിജിനൽ സുന്നികൾ മനസ്സിലാക്കി നമുക്ക് സുന്നി എന്ന പേര് മതിയാകൂല, എന്തുകൂടി വേണം? സൂഫി, സുന്നി സൂഫി. അപ്പോഴും അവർ ഈ 3 കാര്യത്തിൽ ഒതുങ്ങി. ഒന്ന്, ശരിയായ വിശ്വാസം, ശരിയായ അനുഷ്ഠാനം, ആവശ്യത്തിന് അപ്പുറമുള്ള ഭൗതികതയുടെ പരിത്യാഗം. ഇതാണ് യഥാർത്ഥത്തിൽ. ആ പരിത്യാഗം വഴിയായി കേവലം പളപളപ്പ് കാണിക്കല്ല, ആ പരിത്യാഗത്തിന്റെ കേവലം ഒരു പ്രത്യക്ഷ ദർശനമല്ല, പിന്നെ എന്താണത്? അതിലൂടെ തൻ്റെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് ഈ ഭൗതികതയെ ഒന്നുമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കി തൻ്റെ ദൈവത്തിലാണ് തൻ്റെ സമ്പൂർണമായ സായുജ്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ആ അവസ്ഥയിലാണ് ഈ സുന്നി സൂഫികൾ ഏത് കാലഘട്ടത്തിലും നിലനിർത്തുന്നത്. ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന സൂഫികൾ തന്നെ ഇപ്പോൾ പുതിയ ഒരു പേരിലേക്ക് കയറേണ്ടി വരും. എന്തുകൊണ്ട്? ഇപ്പോൾ സൂഫികൾ എന്ന് പറയപ്പെടുന്നവർ യഥാർത്ഥത്തിൽ സൂഫികൾ അല്ലാത്തവരും ഈ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ സൂഫികൾ പൊതുവെ ദേശീയ മാധ്യമങ്ങളൊക്കെ പലരെയും സൂഫികൾ എന്ന് പറയുന്നവർ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കായ വർഷങ്ങളായി ഇസ്ലാമിൽ രൂപപ്പെട്ട ആ സൂഫിസമല്ല ഇന്ന് പല സുന്നി സൂഫികൾ എന്ന് അറിയപ്പെടുന്നവരുടെയും സൂഫിസം ആ സൂഫിസമല്ല. അവർ കൃത്യമായി പറഞ്ഞ നവീനവാദികളാണ്. ഞാൻ ചില നവീനവാദികളെ പരിചയപ്പെടുത്താം. ഒന്ന്, ഇഹ്സാൻ എന്ന പക്ഷത്തെ പൂർണ്ണമായി നിരാകരിക്കുന്ന സംഘടനാവാദികൾ. അവർ 2 കാര്യം അവരെ കയ്യിലുള്ളൂ. സംഘടനയിൽപ്പെട്ട എല്ലാവരും എന്നല്ല, ഞങ്ങളുടെ സരണി, ഞങ്ങളെ ത്വരീഖത്ത്, അതായത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരിയും അബൂ മൻസൂരിൽ മാതുരീദിയും വിശ്വാസ സരണിയെ കൃത്യമാക്കി. അൽ അശ്അരിയ വൽ മാതുരീദിയ, അതാണ് വിശ്വാസ സരണി. 2, കർമ്മസരണിയെ രൂപപ്പെടുത്തി മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, മാലിക് ബിൻ അനസ്, അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുൽ ആളം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹും. ഇവരെല്ലാം കർമ്മശാസ്ത്ര സരണിയെ രൂപപ്പെടുത്തി. അപ്പൊ ഇസ്ലാമിലെ 2 കാര്യമായി. 3-ാമത്തെ കാര്യമോ ആധ്യാത്മിക സരണി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് റിഫായി, ഷെയ്ഖ് സുഹ്റവർദി, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി, എന്താ പറയാ, നഖ്ശബന്ദി, ഷെയ്ഖ് തിജാനി, ഇങ്ങനെ റളിയല്ലാഹു അൻഹും. അപ്പൊ ഈ 3 കൃത്യാണ്. ഒന്ന്, അബുൽ ഹസൻ അശ്അരിയിലൂടെ വന്നത് വിശ്വാസ സരണി, മനസ്സിലായില്ലേ? അവരെ പോലെയുള്ള മാതുരീദി അവർ വിശ്വാസ സരണി, അതിനെ അഖീദ എന്ന് പറയും. 2-ാമത്തത് എന്താണ്? കർമ്മശാസ്ത്ര സരണി, ഷാഫിഈ, ഹംബലി, മാലിക്കി, ഹനഫി, അത് കർമ്മശാസ്ത്ര സരണി. ഇനി എന്ത് സരണി വേണം? തസവൂഫി സരണി, ആധ്യാത്മിക സരണി. ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുത്ത് ആത്മാവിനെ ശുദ്ധീകരിച്ച് മനുഷ്യനെ പൂർണ്ണനായ നബിയെ പകർത്തിയ യഥാർത്ഥ ഒരു വിശ്വാസിയാക്കി മാറ്റാനുള്ള ഒരു ശാസ്ത്ര സരണി ഇവിടെ ഉണ്ടായി. അതാണ് ത്വരീഖത്ത്. എന്നാൽ ചില ഇപ്പോഴുള്ള പണ്ടുള്ളവരങ്ങനെയല്ല. ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിനെ പോലത്തെ ആളുകളൊക്കെ വലിയ മുത്തസവ്വിഫീങ്ങളും വലിയ ഈ ലോകത്തുള്ള ഏകദേശം ലഭ്യമായിട്ടുള്ള എല്ലാ ത്വരീഖത്തിന്റെ സരണികളെയും കൈവശം വെച്ച് അതിൻ്റെ ഔറാത്തിലൂടെ ഹൃദയം സ്ഫുടീകരിച്ച മഹാന്മാരിൽ കഴിഞ്ഞു പോയ ഒരാളായിരുന്നു ആര്? ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന ചില ആളുകളുടെ ചില സുന്നി സൂഫി ട്രഡീഷണൽ വിഭാഗങ്ങളിൽ ചേർക്കപ്പെട്ട് പത്രമാധ്യമങ്ങളും മറ്റും മനസ്സിലാക്കുന്ന പറയപ്പെടുന്ന ചില വ്യക്തികൾ ഈ സംഘടനക്കപ്പുറം ഒരു ത്വരീഖത്തിനെയും അംഗീകരിക്കൂല. അപ്പോൾ അവർ പുത്തൻവാദിയാണ്, മുബ്തദിയാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. പറയപ്പെടുവാൻ
അവർക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകൾ വാദങ്ങളൊന്നും അവർക്കില്ല. പക്ഷെ അവര് ആരല്ല, പുണ്യ റസൂലിന്റെ ആ യഥാർത്ഥ ആ സരണിയിലല്ല. അവർ രണ്ടെണ്ണമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നു. അവര് യഥാർത്ഥത്തിൽ ട്രഡീഷണൽ ഇസ്ലാമിനെ പൂർണ്ണമായി അവർ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ അവരാരാണ്? പുത്തൻവാദികളാണ്. ഒരിക്കലും അവരെ സുന്നി സൂഫി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അവർ ജനങ്ങളുടെ മുന്നിൽ അവരറിയപ്പെടുന്ന ആരായിട്ടാണ്? സുന്നി സൂഫി. അവർ സുന്നി സൂഫി അല്ല, അവർ നവീനവാദിയാണ്. അത് വേറെ നവീനവാദം. മനസ്സിലാണ്ട് പറഞ്ഞത്. തറാവീഹ് 20 ഒക്കെ തന്നെയാണ് അവർക്ക്. പക്ഷെ അവർക്ക് ഇസ്ലാമിന്റെ ഇഹ്സാൻ എന്താ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചത്? അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. അപ്പൊ ഇസ്ലാം ഇഹ്സാൻ അവർ അംഗീകരിക്കുക. ഇഹ്സാനിന് വേറെ ഒരു സരണിയുണ്ട്, അഖീദക്ക് ഒരു സരണിയുണ്ട്. മനസ്സിലാണ് പറഞ്ഞത്. കർമ്മശാസ്ത്രത്തിന് വേറെ സരണിയുണ്ട്. പിന്നെ ത്വരീഖത്ത് ആധ്യാത്മികത സ്ഫുടം ചെയ്തെടുത്തുന്നതിന് സരണിയുണ്ട്. അതിനാണ് ത്വരീഖത്തുകൾ എന്ന് പറയാ. അതിനെ ഇവർ നിരാകരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ സംഘടന മതി, ഞങ്ങളുടെ സംഘടനയാണ് ഞങ്ങളെ ത്വരീഖത്ത് എന്ന് വാദിക്കുന്നവരെല്ലാം ഭീമമായ അബദ്ധത്തിലാണ്. അവർ മുബത്തദികളുമാണ്, അവർ പുത്തൻവാദികളാണ്. അവർ യഥാർത്ഥ സുന്നി സൂഫികൾ അല്ല. അപ്പൊ സൂഫി എന്നറിയപ്പെടുന്നവർ വേറെയുണ്ട്, സൂഫി അല്ലാത്ത സൂഫികൾ. ഞാൻ പറഞ്ഞുതരാം വേറെ ചില സൂഫികൾ. ഒന്ന്, ചില സൂഫികളുണ്ട്. ആ സൂഫികള് കർമ്മം അനുഷ്ഠാനം ഒന്നും വേണ്ട. ചില പാട്ടുകാര് ഈ ആധ്യാത്മികമായ ചില പാട്ടും ചെണ്ടകൊട്ടും മതിയാകും, അതാണ് ഇസ്ലാം എന്ന് അവർ നിസ്കരിക്കൂല. അവർ കുറച്ച് ദിക്റിയല്ലും, കുറച്ച് ദിക്റും അതേപോലെ തന്നെ കുറച്ച് പാട്ടും മതി, അതാണ് ഇസ്ലാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ സൂഫിയായിട്ട് അറിയപ്പെടുക. ഒരു സൂഫി അല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിലെ ആദ്യത്തെ സൂഫി ആരാ? മുഅല്ലിം. സൂഫി എന്ന ആദ്യത്തെ മുഅല്ലിം ആരാ? മുഹമ്മദ് മുസ്തഫ. അവർക്ക് വിശ്വാസമുണ്ട്, യഥാർത്ഥ വിശ്വാസം അവരാ പഠിപ്പിച്ച്. പിന്നെ എന്തുകൊണ്ട്? കർമ്മസരണി അവരാ പഠിപ്പിച്ച്. അതുകൊണ്ട് മരണം വരെ അവസാനത്തെ വഖത്ത് വരെ നിസ്കരിച്ച മുസ്തഫ നബി വഫാത്തായത്. അപ്പൊ ഇന്നത്തെ ചില സൂഫിയായി അറിയപ്പെടുന്ന സൂഫിയാന്ന് അറിയും, നിസ്കരിക്കൂല. നിസ്കരിക്കാത്തവന് എങ്ങനെ സൂഫിയാകുക? ഇസ്ലാമിലെ ആദ്യത്തെ സൂഫി ആരാ? മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇങ്ങനത്തെ സൂഫികൾ ഇപ്പൊ നമ്മളുടെ എല്ലാം ഉണ്ട്. അവര് ഉണ്ട്. പല ആളുകളും കർമ്മശാസ്ത്രം ഒന്നും വേണ്ട, ഫിഖ് വേണ്ട. ഫുഖഹാക്കളെ അവർ നിഷേധിക്കും. എന്ത് ഫിഖ് എന്ന് പറയും? ഫിഖ് ജനങ്ങളെ പേപ്പിക്കാന്ന് പറയും. ഫിഖ് ഇല്ലെങ്കിൽ ദീനില്ലല്ലോ. കർമ്മശാസ്ത്ര സരണി ഇല്ലെങ്കിൽ എന്തില്ല? ദീനില്ലല്ലോ. മനസ്സിലാണ്? ഫിഖിന്റെ കിതാബ് പിന്നെ ഉണ്ടായതാണ്, പക്ഷെ ഫിഖ് പണ്ടേ ഉണ്ട്. മനസ്സിലായി? അപ്പൊ അവര് സൂഫികളായിട്ട് അറിയപ്പെടുന്നത് അവര് പിഴച്ചവരാണ്. മനസ്സിലായില്ലേ? അവരും നവീനവാദികളാണ്, അവരും യഥാർത്ഥ സൂഫികൾ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനാവാദികൾക്ക് ഇഹ്സാൻ ഇല്ലെങ്കിൽ ഇവർക്ക് ഫിഖ്ഹേ ഇല്ല, ചിലപ്പോൾ അഖീദയും ഇല്ല. ഇഹ്സാൻ എന്ന പേരിൽ അവർക്ക് തോന്നിയവർ കാട്ടിക്കൂട്ടുന്നു. പിന്നെ വേറെ ചില ആളുകളുണ്ട് സൂഫികൾ എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുന്ന ചില സൂഫികൾ, സർവമത സത്യവാദികൾ. ചില സർവമത സത്യവാദികളുണ്ട്. അവർ പറയുന്നത് ഞങ്ങള് എന്താണ്, ഞങ്ങൾ വലിയ സൂഫി, അവർ സൂഫിയായിട്ട് അറിയപ്പെടുക. കാരണം അവര് എല്ലാം ഉൾക്കൊള്ളുക എന്നാ പറയുക. എല്ലാം ഉൾക്കൊള്ളുക നല്ലത്, മനസ്സിൽ. പക്ഷെ അൻസിലിന്യാസമനാസിലും ഓരോന്നിനെയും അതതിന്റെ സ്ഥാനത്ത് വെക്കണം. സർവമത സത്യവാദം എന്ന ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ കളവാണ്, ഏറ്റവും വലിയ ഭീമാബദ്ധമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ സർവമത സത്യവാദികളായി സൂഫിയായി സമൂഹം മനസ്സിലാക്കുന്ന ചില ആളുകൾ, ചില സൂഫി സിംഗേഴ്സ് ഒക്കെ അവരെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. സർവമത സത്യവാദം അത് 100% തെറ്റാണ്. അത് പുണ്യനബി പഠിപ്പിച്ചല്ല. പുണ്യനബി പഠിപ്പിക്കുമ്പോൾ 3 ഉണ്ടാവണം. ഇനി 4മത്തെ ഒരു തരം സൂഫികളുണ്ട്. അവരും സൂഫികളല്ല. അവർക്ക് ശരിയാത്തുണ്ട്, വിശ്വാസമുണ്ട്, ചില സരണിയിലും അവരുണ്ട്. പക്ഷെ അതേ സമയത്ത് ഞങ്ങൾ മാത്രമാണെന്ന് ശരി എന്നവർ വാദിക്കുക. ലോകത്തുള്ള എല്ലാ നന്മയും നിരാകരിക്കുക. സങ്കുചിത വീക്ഷണം, സൽസ്വഭാവം 7 അയലത്തില്ല. അവർക്ക് ശരിയാത്തുണ്ട്, അഖീദുണ്ട്, അഖീദയുണ്ട്, ഫിഖ്ഹുമുണ്ട്. ത്വരീഖത്തിന്റെ പേരിൽ ചില ത്വരീഖത്തുകളിലേക്ക് അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അവർ ത്വരീഖത്തുകാരല്ല. എന്താ ത്വരീഖത്ത്? സൽസ്വഭാവം. എന്താ ത്വരീഖത്ത്? എന്തിനാ ഹൃദയത്തിനെ സ്ഫുടം ചെയ്തത്? എന്തിനാണ് ഹൃദയത്തെ സ്ഫുടം ചെയ്തത്? എല്ലാവരും ഉൾക്കൊള്ളാന്, വിശാലമായ മനസ്സ്. അലം ഞാൻ മാത്രം ശരി, അതേ ശരിക്ക് അപ്പുറത്ത് വേറൊരു ശരി ഉണ്ടാവും. ആ ശരി അവർ അംഗീകരിക്കൂല. വേറൊരാളുടെ വീക്ഷണം അവർ അംഗീകരിക്കൂല. ഒരു സങ്കുചത്തിന്റെ പരമാവധി സങ്കുചിതത്വം. ഈ സങ്കുചത്തെ നവീനവാദികളാണ് ഇവിടെ ചുമന്നു കൊണ്ടുവന്നത്. ആ നവീനവാദത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സുന്നി സൂഫികൾ ഇന്നുണ്ട്. അവരല്ലാത്ത ഒന്നും അംഗീകരിക്കൂല. അവരല്ലാത്തതിന് മുഴുവൻ അവർ തള്ളും. ലോകത്തെ ആരെ അവരാക്ഷേപിക്കും?
അവർ മാത്രമാണ് ശരിയാണെന്ന് അവർ വാദിക്കും. ഇത് പുതിയ ഒരു ത്വരീഖത്താണ്. ആ ത്വരീഖത്ത് നാട് നശിപ്പിക്കുന്ന ത്വരീഖത്തുമാണ്. അത് വലിയ അപകടകരമായ ത്വരീഖത്താണ്. കാരണം ഇത്തരം സരണികൾ ഈ രൂപത്തിൽ സൽസ്വഭാവമില്ലാതെ നശിച്ചു പോയാൽ യഥാർത്ഥ സരണി ജനങ്ങൾക്ക് മനസ്സിലാകാതെ വരികയും ചെയ്യും. അപ്പൊ ഇവരൊന്നും യഥാർത്ഥത്തിൽ സുന്നി സൂഫിയായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇവരൊന്നും യഥാർത്ഥത്തിൽ നവീനവാദികളാണ്, പുത്തൻവാദികളാണ്. ആരല്ല. ഇസ്ലാമിലെ ആദ്യത്തെ സൂഫി മുഹമ്മദ് മുസ്തഫയാണ്. ആ മുഹമ്മദ് മുസ്തഫാക്ക് കൃത്യമായ വിശ്വാസമുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ വന്നത്. മനസ്സിലായില്ലേ? നമ്മളെ മുൻഗാമികളൊക്കെ വന്നത്. പിന്നെ വളരെ കൃത്യമായ അനുഷ്ഠാന കർമ്മങ്ങൾ നബിക്കുണ്ട്. പിന്നെയോ ഹൃദയത്തെ സ്ഫുടം ചെയ്യപ്പെട്ടിട്ട് അലം നശ്റഹ് ലക സദ്റക വ ഇന്നക ലഅലാ ഖുലുഖിൻ എല്ലാം ഉണ്ട്. അപ്പൊ അതാണ് യഥാർത്ഥ സൂഫിസം. അപ്പോൾ ഇഹ്സാൻ ഉണ്ടാവുമ്പോൾ അയാൾക്ക് ശരീഅത്തും ഉണ്ടാവും, അയാൾക്ക് അഖീദയും ഉണ്ടാവും, അയാൾക്ക് ആധ്യാത്മികതയും ഉണ്ടാവും. അപ്പൊ ഇതൊന്നും പിൽക്കാലത്ത് ഇസ്ലാം പകർത്തിയതല്ല. ഇസ്ലാം പുണ്യ റസൂലിലൂടെ തന്നെ സൂഫിസം വന്നിട്ടുണ്ട്. ആദ്യത്തെ സൂഫി മുഹമ്മദ് മുസ്തഫയാണ്. ആദ്യത്തെ സൂഫി സമൂഹം സ്വഹാബികളാണ്. പിന്നത്തെ രണ്ടാമത്തെ സൂഫി സമൂഹം താബിഈങ്ങളാണ്. മൂന്നാമത്തെ സൂഫി സമൂഹം താബിഈങ്ങളാണ്. ഇമ്മത്ത് അൽ അർബഅ ഇമാം ഷാഫി, മാലിക്, ഹംബലി, ഹനഫി നാലാളും സൂഫികളായ മഹാന്മാരാണ്. അത്രയും വലിയ പരിത്യാഗികളാണ്. അതുകൊണ്ട് ഈ ഉത്തരത്തിന് അവസരം തന്ന ആ ചോദ്യത്തിന് വളരെ നന്ദി.